അതിനുവേണ്ടി അതുപോലെ സ്വന്തം സമുദായത്തെ മാത്രം ബാധിക്കുന്ന അവകാശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് 908 യോഗക്ഷേമ സഭ രൂപപ്പെട്ടത്. നമ്മുടെ നാട്ടിൽ ഒരുതരം പൊതുയോഗ പ്രയോഗം എന്ന് പറയാവുന്ന തരത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സമുദായ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും നവോത്ഥാന പ്രസ്ഥാനങ്ങളെയും കൂട്ടിക്കുറയ്ക്കുന്ന ഒരു പ്രവണതയുണ്ട്. സൂക്ഷ്മമായി ആലോചിച്ചാൽ നമുക്കറിയാം, കീഴാള പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് വിളിക്കപ്പെടാൻ അർഹത. മറ്റുള്ളതൊക്കെ സാമുദായിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. അങ്ങനെ സാമുദായിക പരിഷ്കരണ പ്രസ്ഥാനമായി ആരംഭിച്ച യോഗക്ഷേമ സഭയെ സാമുദായിക പരിഷ്കരണ പ്രസ്ഥാനം എന്ന അവസ്ഥയിൽ നിന്ന് നവോത്ഥാന പ്രസ്ഥാനമാക്കി രൂപാന്തരപ്പെടുത്തുന്നതിൽ EMS നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. EMS ഒറ്റക്കല്ല, VT ഭട്ടതിരിപ്പാട്, പ്രേംജി, ആര്യാപ്പള്ളം, ICP ഉൾപ്പെടെ അതിൻ്റെ ഒരു ചരിത്രം 2 വാചകത്തിൽ ഞാൻ സംക്ഷിപ്തമായി പറയുന്നത്, ഇന്ന് കേരളീയ നവോത്ഥാനത്തിൻ്റെ അവസ്ഥ എന്താണ്? മറ്റൊരവസ്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ ജീവിതം, നിങ്ങളുടെ ജീവിതം ഏത് പ്രകാരത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രം. അതിനുള്ള ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ എൻ്റെയും വീട്ടകങ്ങളാണ്. ഗാർഹികതയുടെ ഒരു പ്രത്യയശാസ്ത്രമാണ്. നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ്. നമ്മുടെ സൗഹൃദത്തിൻ്റെ, നമ്മുടെ സ്നേഹത്തിൻ്റെ അടയാളമായി നമ്മളിപ്പോഴും ആവിഷ്കരിക്കപ്പെടുന്നത് ഭൂതകാലത്തിലെ നാടുവാഴുത്ത മാതൃകകളാണ് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ നവോത്ഥാന സെമിനാറുകളൊക്കെ മുമ്പും ഈ ആശയം EMSന്റെ ലോകത്തിലടക്കം ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന അർത്ഥത്തിൽ ഞാൻ മാത്രമല്ല നിരവധി പേർ ഒരു തവണയല്ല നിരവധി തവണ ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ പ്രഭാഷണങ്ങൾ കൊണ്ടോ പ്രബന്ധങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മുറിവൈദ്യന്മാരുടെ കുറിപ്പടികൾ കൊണ്ടോ പരിഹരിക്കാവുന്ന വിധം ലളിതമല്ല കേരളത്തിന്റെ സാംസ്കാരിക രോഗം. അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം വളരെ പ്രകടമാണ്. നമ്മുടെ ലൊട്ടിലൊടുക്ക് മരുന്നൊന്നും മതിയാവില്ല. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളം രാഷ്ട്രീയമായി മുന്നോട്ട് പോവുകയും സാംസ്കാരികമായി ഇതുപോലെ പിന്നോട്ട് പോവുകയും ആ പിന്നോട്ട് പോക്കിനെ പ്രതിരോധിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുകയും ചെയ്താൽ കണ്ടെടുക്കാനാവാത്ത വിധം കേരളം നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പോലും സാധ്യതയുണ്ട്. ഇതൊരു പ്രവചനമല്ല, ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് കേരളത്തിലുടനീളം സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന, ആശയ സംവാദം നടത്തുന്ന നിരവധി മനുഷ്യരുമായി നേരിട്ട് ഇടപെടുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകന്റെ ഉത്കണ്ഠകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് കേരളീയ സമൂഹത്തിൽ EMS നടത്തിയ ആ വലിയ ഇടപെടൽ, അതിൻ്റെ ഭാഗമായിട്ടാണ് 908 യോഗക്ഷേമ സഭ 919 യുവജന സംഘമായിട്ട് നമ്പൂതിരി യുവജന സംഘം അത് വിപ്ലവകരമായ ആശയങ്ങൾ അവതരിപ്പിച്ചു. അതിൻ്റെ തുടർച്ചയിലാണ് 925 ആഭിജാത്യ ധ്വംസന സഭ. 925 ആഭിജാത്യ ധ്വംസന സഭ. 2025 ആഭിജാത്യ ആഘോഷിക്കാനുള്ള പ്രവണതകൾ. ഭവത്രാതൻ, മുത്തിരിങ്ങോട്ട് ഭവത്രാതൻ നമ്പൂതിരിപ്പാടിന്റെ അപ്പന്റെ മകൾ എന്ന നോവലിന് ആമുഖമെഴുതാൻ അദ്ദേഹം കണ്ടെത്തിയത് അന്ന് നന്നേ ചെറുപ്പമായിരുന്ന EMSനെ ആയിരുന്നു. ആ നോവലിൽ ഒരു വാചകമുണ്ട്, ആഭിജാത്യം എന്നാൽ അധപ്പതനമാണ്. ശരീരത്തിൽ തൊട്ട്, മനസ്സിൽ തൊട്ട്, മസ്തിഷ്കത്തിൽ തൊട്ട് നമുക്ക് ഈ വാക്യം 2025 അതുപോലെ ആവർത്തിക്കാനാവുമോ? പല പ്രകാരേണ ആഭിജാത്യം നമ്മുടെ ജീവിതത്തെ ആശ്ലേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് 919 നമ്പൂതിരി യുവജന സംഘം സമുദായ പരിഷ്കരണം എന്ന അവസ്ഥയിൽ നിന്ന് ഒരു നവോത്ഥാന പ്രസ്ഥാനമായി 925 അത് ആഭിജാത്യ ധ്വംസന സഭയായി. 930കളിൽ അന്തർജന സമാജം, സ്ത്രീകളുടെ വമ്പിച്ച മുന്നേറ്റം. ആ മുന്നേറ്റത്തിന്റെ തുടർച്ചയിലാണ് തൊഴിൽ കേന്ദ്രം പോലുള്ള നാടകങ്ങൾ ഉണ്ടാവുന്നത്. ഇത്രയും ഞാൻ ചുരുക്കി പറയുന്നത് അതിനൊക്കെ പ്രചോദനമായി തീർന്ന 44 പ്രസംഗം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ
ഏറ്റവും യാഥാസ്ഥിതികമായ ഒരു സമുദായ ചട്ടക്കൂട് പൊളിച്ച് തമ്പുരാനിസത്തിന്റെ നെഞ്ചകം തകർത്ത് ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറഞ്ഞ വീർപ്പ് മുട്ടിക്കുന്ന തമ്പുരാൻ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിന്റെ മഹാഭാഗ്യം എന്നടയാളപ്പെടുത്തിയ സഖാവ് EMS. ആ EMSന്റെ സ്മരണയിൽ നിന്ന് ഊർജം സ്വീകരിക്കുന്ന നമ്മുടെ കാലത്തെ നമ്മുടെ ഉള്ളകങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നാലാമത്തെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ അന്വേഷണം. ഇത് ഞാൻ അവസാനിപ്പിക്കുന്നത് നമ്മുടെ ദേശീയതാ സങ്കല്പത്തിന് EMS നൽകിയ സംഭാവന എന്ന് പറയുമ്പോൾ EMS ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയതാ സങ്കല്പം എന്താണ്? ദേശീയതയുമായി പലരുമായും സംസാരിക്കുമ്പോഴും നടുക്കമുണ്ടാക്കുന്ന കാര്യം കമ്മ്യൂണിസ്റ്റുകാർ ലോകവ്യാപകമായി മുന്നോട്ട് വെക്കുന്ന നാഷണൽ പോപ്പുലർ എന്ന് അന്തോണിയോ ഗ്രാംസി അടയാളപ്പെടുത്തിയ ജനകീയ ദേശീയതയെ നമുക്ക് ഇന്നും സ്വാംശീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇന്ത്യൻ നവഫാസിസ്റ്റുകളുടെ ഹെജിമോണിക് നാഷണാലിസത്തെ, മേൽക്കോയ്മ ദേശീയതയെ അറിഞ്ഞോ അറിയാതെയോ പല രീതിയിൽ പിന്തുടരുകയാണ് ചെയ്യുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, ലോകത്തെ കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെച്ചത് പ്രധാനമായിട്ടും നാഷണൽ പോപ്പുലർ എന്ന് പറയുന്ന ജനകീയ ദേശീയതയാണ്. എല്ലാ ഭാഷകൾക്കും തുല്യ പദവിയുള്ള, എല്ലാ പ്രദേശങ്ങൾക്കും തുല്യ പരിഗണനയുള്ള, ജാതിമത സങ്കുചിതത്വത്തിന്റെ സ്പർശമില്ലാത്ത സമസ്ത വൈവിധ്യങ്ങൾക്കും നൃത്തം ചവിട്ടാൻ മാത്രം വിസ്തൃതമായ ഒരു ദേശീയതാ സങ്കല്പമാണ് ജനകീയ ദേശീയത. എന്നാൽ ഇപ്പോൾ പോലും നമ്മുടെ നാട്ടിലെ പല മനുഷ്യരും പങ്കുവെക്കുന്ന ദേശീയ കാഴ്ചപ്പാട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് ജനകീയ ദേശീയതയിലേക്ക് എത്തിയിട്ടില്ല. അതിപ്പോഴും മേൽക്കോയ്മ ദേശീയതയുടെ ഭാഗമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവാദത്തിൽ കാളനാകാമെങ്കിൽ കാളയുമാകാം എന്ന ഒരൊറ്റ വാക്യം പറഞ്ഞതിൻ്റെ പേരിൽ കേരളത്തിൽ പീഡിപ്പിക്കപ്പെട്ട, ക്രൂശിക്കപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തകനായി ഞാൻ മാറി എന്നല്ല, ആ മാറ്റത്തിൽ നിന്ന് ഇപ്പോഴും പലരും പുറത്തു കടന്നിട്ടില്ല. ഞാനെന്നോ പുറത്തു കടന്നതുകൊണ്ട് ഇതെന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നവുമല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് ഭക്ഷണവും ആർക്കും കഴിക്കാം എന്ന് പറയുന്നതിനെ പോലും പിന്തുണയ്ക്കാൻ കഴിയാത്ത, നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. ദൈവത്തെ വോട്ടിലിട്ട് തോൽപ്പിച്ച ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. എന്നാൽ പശുവിനെ അന്നും തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ ദൈവത്തിനിടമില്ലെങ്കിലും പശുവിനൊരു തൊഴുത്തുണ്ട്. അതെങ്ങനെ വന്നുപെട്ടു, എവിടെ നിന്ന് വന്നു? അവിടെയാണ് അത് ഹിന്ദുമതമല്ല, അത് ഇസ്ലാം മതമല്ല, അത് ജാതി മേൽക്കോയ്മയാണ് എന്ന മൗലികമായ വസ്തുത. അതുകൊണ്ട് ഇന്ത്യൻ നവഭാസത്തിന്റെ മേൽക്കോയ്മ ദേശീയതയുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ജാതി മേൽക്കോയ്മയാണ്. അതിന് ഒരു മതവുമായിട്ടും ബന്ധവുമില്ല. ജാതി മേൽക്കോയ്മ എന്ന് പറയുന്നത് അധികാരത്തിന്റെ ഒരു തത്വസംഹിതയാണ്. അതുകൊണ്ടാണ് അംബേദ്കർ ഇതിഹാസ പുരാണങ്ങളെ, ഭഗവത്ഗീതയെ ഒക്കെ ദ്വിജ സാഹിത്യത്തിൽ, ബ്രാഹ്മണ സാഹിത്യത്തിൽ ഉൾപ്പെടുത്തിയപ്പോഴും അതൊന്നും അദ്ദേഹം ചുട്ടുകരിച്ചില്ല. അതിന് ഭിന്ന വ്യാഖ്യാനങ്ങൾ സാധ്യമാണ്. എന്നാൽ ആ ദ്വിജ സാഹിത്യത്തിൽ ഒന്ന് അദ്ദേഹം ചുട്ടുകരിച്ചു, അത് മനുസ്മൃതിയാണ്. കാരണം അത് ഭഗവത്ഗീതയല്ല, അത് രാമായണമല്ല, അത് മഹാഭാരതമല്ല, അത് ശങ്കരാചാര്യ വേദാന്തമല്ല. അത് അധികാരത്തിന്റെ, ജാതി മേൽക്കോയ്മയുടെ ഭരണഘടനയാണ്. ജാതി മേൽക്കോയ്മയുടെ ഭരണഘടന തീയിട്ട് കരിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ഇന്ത്യൻ ജീവിതത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ഏതാണ് എന്ന് ചോദിച്ചാൽ, ഈ നവഫാസിസ്റ്റ് കാലത്ത് അത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യക്കാർ, നമ്മൾ ഇന്ത്യക്കാർ, ജാതിമത സങ്കുചിതത്തിനപ്പുറം നമ്മൾ ഒന്ന് എന്ന് പറയുന്ന ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് പരമമായ നമ്മുടെ ദൗത്യമാണ്. ഭരണഘടനക്ക് നിരവധി പരിമിതികളുണ്ട്, അത് സ്വാഭാവികവുമാണ്. കാരണം നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിന്റെ
ഭാഗമായി ആവിഷ്കരിക്കപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടന. അതിന്റെ പരിമിതികൾ അതിൽ കാണും. എന്നാൽ അതിന്റെ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾക്ക് കാവൽ നിൽക്കാൻ ചരിത്രപരമായി നിയുക്തരാണ് ഇന്ത്യയിലെ ജനായത്തവാദികൾ. EMS നിരന്തരം അദ്ദേഹത്തിന്റെ ദേശീയ കാഴ്ചപ്പാട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കാഴ്ചപ്പാട്, അതിന്റെ ഭാഗമായിട്ടാണ് ഭവാനി സെൻ നൂതൻ ഗംഗ എന്ന പുസ്തകം എഴുതുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സുന്ദരയ്യ വിശാലാന്ധ്ര എന്ന പുസ്തകം എഴുതുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സഖാവീയം കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന മഹോന്നതമായ പുസ്തകം എഴുതുന്നത്. കേരളം മലയാളികളുടെ മാതൃഭൂമി. അത് ഏകീകരണത്തിന്റെ, കൃത്രിമമായ ഏകീകരണത്തിന്റെ സകല യുക്തികളെയും ഇടിച്ചു നിരത്തുന്ന ഒരു വലിയ ആശയ സംഹിതയുടെ കരുത്താണ് കേരളം മലയാളികളുടെ മാതൃഭൂമി. ആ പുസ്തകത്തിൽ തന്നെ കേരളത്തിൽ മലയാളം സംസാരിക്കാത്ത ഭാഷാ ന്യൂനപക്ഷങ്ങൾ അവരുടെ അവകാശങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ടതിനെ കുറിച്ചുള്ള ആലോചന വികസിപ്പിക്കപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ഐക്യ കേരളം എന്നുള്ള, ഭാഷാ സംസ്ഥാനം എന്നുള്ള ജനകീയ ദേശീയതയുടെ മൗലികമായ സമീപനത്തെ എതിർത്തത് 4 സംഘടനകളാണ്. അതിൽ 2 മൂലധന സംഘടനയാണ്, 2 ഇന്ത്യയിലെ അങ്ങേയറ്റത്തെ വലതുപക്ഷ സംഘടനയാണ്. ആ വലതുപക്ഷ സംഘടന തന്നെയാണ് ഇന്ത്യയിലെ നവഫാസിസ്റ്റ് സംഘടന. അന്ന് അതിലെ ഭാഷാ സംസ്ഥാനങ്ങളെ എതിർത്തത് 1 ഓൾ ഇന്ത്യ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ, അതൊരു മൂലധന സംഘടനയാണ്. മറ്റൊന്ന് ഓൾ ഇന്ത്യ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ, അതും മൂലധന സംഘടനയാണ്. മൂലധന ശക്തികൾ ഭാഷാ സംസ്ഥാനങ്ങളെ എതിർക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ അന്നത്തെ സ്വതന്ത്ര പാർട്ടി ജനസംഘം, 2 ഭാഷാ സംസ്ഥാനങ്ങളെ എതിർക്കുകയാണ് ഉണ്ടായത്. അതായത് ഫെഡറൽ മൂല്യങ്ങൾ ഉൾക്കൊള്ളാത്ത മൂലധന ശക്തികളും ഇന്ത്യയിലെ നവഫാസിസ്റ്റ് ശക്തികളും ഉരുകിച്ചേർന്നുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അതിനെതിരെയുള്ള ആശയം, അവിടെയാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്, അതിനെതിരെയുള്ള മൂർച്ചയുള്ള ആശയങ്ങളാണ് സഖാവ് EMS രൂപപ്പെടുത്തിയെടുത്തത്. സംവാദത്തിന്റെ ആകാശത്തിലെ ഇന്നും ജ്വലിക്കുന്ന സൂര്യനാണ് സഖാവ് EMS. ആശയങ്ങളുടെ ഒരു വലിയ സമുദ്രം അദ്ദേഹം സൃഷ്ടിച്ചു. പ്രത്യേകിച്ചും ഇന്നതിന് പ്രസക്തിയുണ്ട്. നമ്മൾ ആശയമുക്തമായ ഒരവസ്ഥയിലേക്ക് പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിപണിവൽക്കരണം എന്ന് പറയുന്നത്, കമ്പോളവൽക്കരണം എന്ന് പറയുന്നത് സത്യത്തിൽ ആശയമുക്തമായ ഒരു ലോകത്തിലേക്കുള്ള പിന്മാറ്റമാണ്. അത്തരമൊരു കാലത്ത് നമ്മുടെ ജീവിതം സംവാദ നിർഭരമാവേണ്ടതുണ്ട്. ആശയങ്ങളുടെ മഹാസമുദ്രത്തിൽ നമ്മൾ നീന്തി കുടിക്കേണ്ടതുണ്ട്. സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ ബദൽ മാതൃകൾ നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും ഗംഭീരമായ ശ്രമത്തിന് ഊർജം നൽകാൻ സഖാവ് EMSന്റെ സ്മരണകൾ നമുക്കൊപ്പം ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഉച്ചരിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അദ്ദേഹം കടന്നുപോയ ഒരു ആശയ ലോകം, ആ ആശയ ലോകത്തിന് അത് രൂപപ്പെട്ട കാലത്തിന്റെ പരിമിതികൾ ഉണ്ടാകാം. ആ പരിമിതികൾ പരിഹരിക്കാൻ EMSനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ EMSനെയും വിമർശിക്കാൻ നമ്മുടെ കാലത്ത് ജനായത്ത ശക്തികൾക്ക് അവകാശമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ സ്വയം വിമർശനത്തിന്റെ അവധി കൊടുക്കാത്ത ഒരു ലോകത്തിലൂടെ മുന്നേറാനുള്ള ഊർജമായി, പ്രചോദനമായി EMSന്റെ ലോകം മാറട്ടെ എന്ന പ്രത്യാശയോടെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.